അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത് ഒരു യുദ്ധത്തിന് പോവുകയാണ്. യുദ്ധത്തിന് കടന്നു പോകുമ്പോ ഒരു ചെറുപ്പക്കാരനായ സ്വഹാബിയുണ്ടല്ലോ, ഒരു ചെറുപ്പക്കാരന് സുന്ദരിയായ പെണ്ണിനെ കണ്ടപ്പോൾ അവളോട് പ്രണയം തോന്നുകയാ. ഒരു സുന്ദരിയായ പെണ്ണിനോട് പ്രണയം തോന്നി. അവസാനം ആ ചെറുപ്പക്കാരൻ പെണ്ണിനോട് പ്രേമം പറയാൻ പോകുമ്പോ സ്വഹാബത്ത് പറഞ്ഞു, വേണ്ട മോനെ, നീ യുദ്ധത്തിന് വന്നതാണ്, ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കരുത്. ആര് പറഞ്ഞിട്ടും കേൾക്കാതെ ആ ചെറുപ്പക്കാരൻ പ്രണയം തലയ്ക്ക് പിടിച്ചപ്പോ സുന്ദരിയായ പെണ്ണിന്റെ ചാരത്ത് ചെന്ന് തന്റെ മോഹം പറയുകയാണ്. ആ ജൂതപ്പെണ്ണ് പറയുകയാ, നീ നിന്റെ മതം കളഞ്ഞിട്ട് എന്റെ മതത്തിൽ വന്നാൽ നമുക്കൊരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കുകയാ. ആര് പറഞ്ഞിട്ടും കേൾക്കാതെ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് മതം മാറി പെണ്ണ് കെട്ടി സുഖജീവിതം തുടങ്ങി. യുദ്ധം പോലും പരാജയപ്പെട്ട് സ്വഹാബികൾ തിരിച്ചു വന്നു. കൊല്ലങ്ങൾ കഴിഞ്ഞു. അന്ന് യുദ്ധത്തിന് പോയ ഒരു സ്വഹാബി ആ നാട്ടിലൂടെ പോകുമ്പോ അവിടെ നിന്ന് ചിന്തിച്ചു, അല്ലാ, പണ്ട് മതം മാറി പെണ്ണ് കെട്ടിയ ഒരു കൂട്ടുകാരൻ ഈ നാട്ടിലുണ്ടല്ലോ, അവനെ കുറിച്ചും അറിയണമല്ലോ, അവനെ കുറിച്ചും അറിയണമല്ലോ. പഠിച്ചവനെ കണ്ടുപിടിക്കുകയാ. അവസാനം അവന്റെ അടുക്കൽ ചെന്നു, എല്ലാ വിശേഷങ്ങളും ചോദിച്ചു. പിരിയാ സമയമായപ്പോ അവിടുന്ന് ചോദിച്ചു, ചെറുപ്പക്കാരാ, നീ അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച ഹാഫിളായിരുന്നല്ലോ, സാധാരണ ആളായിരുന്നില്ല. അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും പഠിച്ചവനായിരുന്നല്ലോ, ഒരു ഹാഫിളായിരുന്നല്ലോ. എന്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആനിലെ ഏതെങ്കിലും ഒരു അധ്യായം നിനക്ക് ഓർമ്മയുണ്ടോ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എല്ലാം ഞാൻ മറന്നുപോയി. 114 സൂറത്തുകളും ഞാൻ മറന്നുപോയി. പക്ഷേ ഒരായത്ത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരേ ഒരായത്ത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എന്റെ ചെറുപ്പക്കാരാ, നിനക്ക് ഓർമ്മ വേണമടാ. മുടി വളർത്തിക്കൊണ്ട് നടക്കുന്നവന്, കള്ളും കഞ്ചാവും അടിക്കുന്നവന്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവന്, അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ മുഴുവനും കാറ്റിൽ പറത്തുന്നവന്, അല്ലാഹു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും ഇരുകരങ്ങൾ നീട്ടി സ്വീകരിച്ചിട്ട് നന്ദിയില്ലാത്തവനെ പോലെ പടച്ചറബിനെ പുറങ്കാല് കൊണ്ട് ചവിട്ടികെട്ട് നടക്കുന്ന മുസ്ലിം പണ്ട്. ആര് പറഞ്ഞാലും മഗ്‌രിബ് കഴിഞ്ഞാ എനിക്ക് സീരിയൽ കാണണം ഉസ്താദ്, എത്ര പറഞ്ഞാലും ഞാൻ മാറില്ലെന്ന് പറയുന്ന പെങ്ങള്, നീ ഏതായത്ത് മറന്നാലും ഇത് മറക്കല്ലേ. ഏതായത്തും അറിയോ? വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. ഏതായത്തും മറന്നാലും മറക്കല്ലേ. ഇത് ഹൃദയത്തിൽ എഴുതി വെച്ചോ, ഇത് നീയൊക്കെ ഹൃദയത്തിൽ എഴുതി വെച്ചോ. വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹു പറയുകയാ, ഒരു പഴഞ്ചൊല്ലുണ്ട്, ഓൻ തോടിയ എവിടെ വരെ ഓടും. നമ്മള് നാടൻ ഭാഷ പറയുമല്ലോ, എടാ ഓൻ തോടിയ എവിടെ വരെ ഓടും. അല്ലാഹു പറയുകയാ, നീ പോയാ എവിടെ വരെ പോകും. അല്ലാഹു പറയുകയാ, നീ എവിടെ പോയാലും എന്റെ മുന്നിൽ തന്നെ നീ തിരിച്ചു വരും. ഇത് അല്ലാഹ് പറഞ്ഞതാ. നീ എവിടെ പോയാലും എന്റെ മുന്നിൽ വരുവടാ. നിനക്ക് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്, നീ വാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഖുർആനിന്റെ ആയത്തുകൾ കേട്ട് നിസാരമാക്കുന്ന നിന്നെ അല്ലാഹു തിരിച്ചു കൊണ്ടുപോകുകയും നിനക്ക് ഉറപ്പായിട്ടും നിനക്ക് കഠിന ശിക്ഷ അല്ലാഹു തന്നിരിക്കും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ പറഞ്ഞ് നമുക്ക് പിരിയാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. 3 ഖുർആനിനെ പരിഗണിക്കാതെ വരുമ്പോ, ഖുർആനിനെ സാരമാക്കി കാണുമ്പോ അല്ലാഹു തരുന്ന 3ാമത്തെ ശിക്ഷ എന്താ? വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈസതൻ ലൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി
لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. മൂന്നാമത്തെ ശിക്ഷ, അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകളെ പരിഗണിക്കാത്തവന് അള്ളാഹു തരുന്ന മൂന്നാമത്തെ ശിക്ഷ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പഴയതുപോലെ എല്ലാവരുടെ കയ്യിലും പൈസയൊക്കെ ഉണ്ടോപ്പാ? ഉണ്ടോ? എവന്റെ അടുക്ക ചോദിച്ചാലും ഇല്ല എന്നാ പറയണേ, ഉണ്ടെന്നൊരുത്തിനും പറയണില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പിരിവിനൊക്കെ പോകാൻ സങ്കട ഉസ്താദ്. പിരിവിന് പോകുമ്പോൾ ഞാനിപ്പോ വായ്പാട് പള്ളിയിൽ നിന്ന് പിരിവിന് പോകുന്ന കാര്യം പറയുമ്പോൾ ഞാൻ പറയും കുറച്ച് പൈസ കൈവച്ചോളാം. കാരണം എന്തേ? പിരിക്കാൻ പോകുന്ന വീട്ടിൽ അവന്റെ സങ്കടം കേൾക്കുമ്പോൾ അങ്ങോട്ട് കൊടുക്കാൻ. വീട്ടിൽ ഫോർച്യൂണറും വലിയ വലിയ വണ്ടി കിടക്കുന്നുണ്ട്, കോടീശ്വരനാ, അവനാ ഇരുന്ന് ദാരിദ്ര്യം പറയണത്. അള്ളാഹു കാക്കുമാറാകട്ടെ. എടാ, ഇന്ന് ആരോട് ചോദിച്ചാലും പറയണത് പൈസ ഇല്ലാന്നാ, ഉണ്ടെന്ന് ആരും പറയണില്ല. പൈസയൊക്കെ എവിടെ പോണെന്ന് അറിയുന്നില്ല. സുബ്ഹാനല്ലാഹ്. ചുമ്മാതെ കള്ളം പറയാന്ന് സൂക്ഷിക്കണം കേട്ടോ. പൈസ കൈ വെച്ചിട്ടില്ല എന്ന് പറയരുത്. പൈസ കയ്യിൽ വെച്ചിട്ട് ഇല്ല ഇല്ല ഇല്ല. വീടിന്റെ അലമാരിക്കകത്ത് പൈസ ഉണ്ട്, അള്ളാണോ ഒന്നും ഇല്ല പഠിച്ചവനെ, ഒന്നുമില്ല. അള്ളാഹ് അതിനകത്ത് വലിച്ചങ്ങിട്ട് കാക്കുമാറാകട്ടെ പഠിച്ചു. എടോ, നീ ആദ്യം മനസ്സിലാക്കേണ്ടെന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കണം. കയ്യിൽ വെച്ചിട്ട് ഇല്ല എന്ന് പറയും. കാരണം നിന്റെ നാവ് നിനക്കറിയില്ല. നിന്റെ നാവിന്റെ വില എന്താണെന്ന് നിനക്കറിയില്ല. ഉദാഹരണം പറഞ്ഞാല്, ഇപ്പൊ പണ്ടൊക്കെ ചില ഉമ്മാമ്മമാരുണ്ട്, അവരിങ്ങനെ പാപ്പമാരൊക്കെ റോഡിൽ കൂടെ പോകുമ്പോ ഒരു വാഴ ഇങ്ങനെ കൊലച്ചു നിൽക്കുക, വല്ലാത്ത കൊല. അപ്പൊ ഈ ഉപ്പാപ്പ പറഞ്ഞു, എന്തൊരു കൊലയാടാ ബോക്കറ ഇത്, പടച്ചവനല്ല, ഒരൊറ്റ പറച്ചല. അവിടെ ഒരു കൊല നിന്നതിന്റെ അസറ് പോലും പിന്നെ കാണാറില്ല, കരിഞ്ഞങ്ങ് പോകും. അതുകൊണ്ടാ പറഞ്ഞത്, കണ്ണാടിയിൽ നോക്കിയിട്ട് എനിക്ക് ഗ്ലാമർ കൂടുതലാണെന്ന് നമ്മൾ പറയരുത്. സ്വന്തം മുഖം കണ്ണാടി നോക്കിയിട്ട് പടച്ചോനെ എനിക്ക് എന്നാ ഗ്ലാമർ പറയരുത്. കാരണം നിന്റെ നാവിന്റെ ഹിതം നിനക്കറിയില്ലല്ലോ. അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ നീ കയ്യിൽ പൈസ വെച്ചിട്ട് പറയുക എന്റെ കയ്യിൽ ഒന്നുമില്ല ഒന്നുമില്ല, അള്ളാഹ് നിന്നെ അങ്ങനെ ആക്കിക്കളയും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഈ രണ്ട് എപ്പോഴും മലക്കുകൾ കൂടെ ഉണ്ടാകുന്നു. നമ്മുടെ കൂടെ എപ്പോഴും മലക്കുകൾ കൂടെയുണ്ട്. നീ നിന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറയുന്ന സമയത്ത് മലക്കുകൾ എങ്ങാണ് ആമീൻ പറഞ്ഞാൽ നീ എത്തിങ്ങാനായി പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. എടാ, ഉണ്ടെങ്കിൽ കൊടുക്കില്ലെങ്കിൽ കൊടുക്കണ്ട. എന്റെ കയ്യിൽ ഞാൻ ഇത്രേ ഉള്ളൂ, ഉള്ളപ്പോ തരാം, അന്തസ്സല്ലേ. എന്തിനീ കള്ളത്തരം പറയണേ? എന്തിനാ? തമാശയ്ക്ക് പോലും പറയാൻ പാടില്ല എന്ന കള്ളം. നബിതങ്ങൾ പറഞ്ഞു, പെണ്ണുങ്ങളൊക്കെ ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. നബി ഉമ്മു സലമയാണെന്ന് തോന്നുന്നു റളിയല്ലാഹു തആല അൻഹ. മഹാൻ മഹദിയുടെ വീട്ടിലേക്ക് എങ്ങാണ്ട് നബി ഒരിക്കൽ പോകുമ്പോ വീടിന് പുറത്ത് നിന്നിട്ട് കുട്ടി കളിച്ചോണ്ടിരിക്കുക. ഉമ്മ പറഞ്ഞു, ഇങ്ങ് വാ മോനെ, നിനക്ക് ഞാനൊരു സാധനം തരാം. അപ്പൊ നബിതങ്ങൾ ചോദിച്ചു, ഉമ്മു സുലൈം, നീ വല്ലതും കൊടുക്കാനാണോ വിളിച്ചേ? ഒന്നുമില്ല നബിയെ, ഒരു കാരക്ക ഇരിക്കുന്നു, അതിന്റെ പകുതി കൊടുക്കാന്ന് വിചാരിച്ചു. നബിതങ്ങൾ പറഞ്ഞു, നീ കൊടുത്തില്ലെങ്കിൽ നീ കള്ളം പറഞ്ഞതായി മലക്കുകൾ എഴുതി വെക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി. ഉമ്മ പറയാ, മൊബൈല് തരാം, വാടാ, നിനക്ക് അത് പേടിച്ചു തരാടാ എന്ന് പറഞ്ഞ് വിളിച്ചു കയറ്റും. കൊടുക്കുവോ? കൊടുക്കത്തില്ല. എന്തിനാടോ? ആകാശത്ത് കാണുന്ന അമ്പിളി അമ്മാവനെ കാണിച്ചിട്ട് ഉമ്മ പറയും, എന്തുകൊണ്ട് അത് ഞാൻ പിടിച്ചു തരായി ചോറുണ്ടായി. ഖിയാമത്ത് വരാ തള്ളത് പിടിച്ചു കൊടുക്കൂ? ചുമ്മാതങ്ങ് പറയാ. ഇതൊക്കെ കള്ളം പറഞ്ഞതായി എഴുതുമെന്ന്. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഴയതുപോലെ പൈസ ഒന്നുമില്ല നമ്മുടെ കയ്യിൽ. തികയുന്നില്ലടോ, അത് പറഞ്ഞാൽ മതി. പൈസക്ക് ഇഷ്ടം പോലെ ഉണ്ട്, തികയുന്ന. ഈ വയല് കേൾക്കാൻ വന്നിട്ട് ഈ ഉറൂസിന്റെ അവസാന ദിവസം, ഈ ആണ്ട് നേർച്ചയുടെ അവസാന ദിവസം നിങ്ങൾ സിറായിന്റെ വയല് കേൾക്കാൻ വന്നതാണോ? അല്ല. ഈ ഇരിക്കുന്നതിൽ 99% പേരും വന്നത് സമാധാനമില്ല, കച്ചവടം ഇല്ല, രോഗം, ബുദ്ധിമുട്ട്, പ്രയാസം. മഹാന്റെ ഉറൂസല്ലേ, വന്നിരുന്നാ ചിലപ്പം മാറിയാലോ. നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുമല്ലോ. ഇതിനാ നമ്മൾ വന്നത്. അള്ളാഹു പരിഹാരം നൽകുമാറാകട്ടെ. എടോ, ഇന്ന് ലോകത്ത് ഇല്ലാതെ പോയിരിക്കുന്ന ഒരു സാധനം മനസമാധാനമാണ്. ഇത് പൈസ കൊടുത്താൽ കിട്ടുമോ? കിട്ടത്തില്ല. ഇത് അള്ളാഹ് തരണം. നിനക്ക് കിട്ടൂല, കടത്തിണ്ണി കിടക്കുന്നവന് ചിലപ്പോൾ അത് കിട്ടും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് റോഡ് കുടിക്കണ ആൾക്കാരെ കണ്ടിട്ടില്ല? ഭാര്യയും ഭർത്താവും കൂടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കുഴിയെടുക്കും. 500 1000 കിട്ടും. രണ്ടുപേരും കൂടെ അതും മേടിച്ചുകൊണ്ട് ഏതെങ്കിലും പൈപ്പിന്റെ ചവിട്ടിൽ പോയി കുളിച്ചിട്ട് ഏതെങ്കിലും ഒരു തട്ടുകടയിൽ പോയിട്ട് നല്ല ഓംപ്ലേറ്റും പുളിസെല്ലാം കൂടെ മേടിച്ചങ്ങോട്ട് അടിക്കും. എന്നിട്ട് ലവ് ബേഡ്സിനെ പോലെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ എണ്ണാച്ചിയും പെണ്ണുമ്പിള്ളയും കൂടെ വരും. ഏതെങ്കിലും ഒരു കടത്തിണ്ണ കാണുമ്പോൾ കയറി അങ്ങോട്ട് ഉടുത്ത മുണ്ട പുതയ്ക്കണേ.
അവർക്ക് കരണ്ട് ബില്ലില്ല, വാടകയില്ല, ടെൻഷനില്ല, കൊട്ടാരം കാണുമ്പോ അസൂയയില്ല, ഒന്നുമില്ലടോ. ഓന്റെ ആ ജീവിതം. നീയോ കോടീശ്വരനാ. നീ ഈ നാട്ടിൽ ലക്ഷങ്ങൾ ചെലവഴിച്ചൊരു കൊട്ടാരം പണിതിട്ട് AC റൂമും ഡബിൾ കോട്ട് കട്ടിലും കറങ്ങുന്ന ലൈറ്റും മനോഹരമായ ഫർണിച്ചറും വെച്ചിട്ട് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാ. അള്ളാഹു കാക്കുമാറാകട്ടെ. സമാധാനമുണ്ടോ? സമാധാനമുണ്ടോ? ഇല്ല. എന്തേ കാരണം? നീ അതിന്റെ കാരണം കണ്ടുപിടിക്കണോ. ഉസ്താദേ, കന്നിമൂലയ്ക്ക് എന്തോ കുഴപ്പം? കന്നിമൂലയ്ക്കല്ലടാ ചങ്ങാതി കുഴപ്പം. ഏത് ഉസ്താദന്മാർക്ക് സമാധാനം ഇല്ലാത്തത് കന്നിമൂലയുടെ. ഉസ്താദെ, വാതിൽ അങ്ങോട്ട് വരുന്നതിൽ കുഴപ്പമുണ്ടോ? കക്കൂസ് ഇവിടെ വരുന്നതിൽ കുഴപ്പമുണ്ടോ? അടുക്കള അങ്ങോട്ടാ നിൽക്കണം, പിന്നെ എങ്ങോട്ട് നിൽക്കണം? നിന്റെ നെഞ്ചത്തോട്ട് നിൽക്കണം. ആണ് ഇപ്പൊ വസ്വാസിൽ ഖന്നാസായി മാറിയിരിക്കും. എല്ലാത്തിനും കന്നിമൂല ഇല്ല എന്നൊന്നും ഞാൻ പറയണില്ല. കന്നിമൂലയൊക്കെ ഉണ്ട്, അത് വേറെ വിഷയം. കന്നിമൂല കഴബാലയത്തിന് പോലും ഉണ്ടല്ലോ, അത് ഇല്ല. ഇത് മാത്രമല്ലടോ വിഷയം. ഇത് മാത്രമല്ല വിഷയം. നിന്റെ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് നീ കണ്ടുപിടിക്ക്. അള്ളാഹു എന്നിട്ട് പരിഹരിക്ക്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ അടിസ്ഥാന ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്നുണ്ട്. മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് തലവേദന ഉണ്ടാകുന്ന വേദനയുടെ ഗുളിക കഴിച്ചാൽ താൽക്കാലികമായിട്ട് വേദന മാറും, അത്രയേ ഉള്ളൂ. പിന്നെയും വരും. എന്നാൽ ഈ തലവേദന ഉണ്ടാകാനുള്ള അടിസ്ഥാനപരമായ കാര്യം എന്താണെന്ന് കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ അത് മാറൂ. ഇതുപോലെ നിന്റെ വീട്ടിൽ നോക്കിക്കേ, ഭാര്യയും ഭർത്താവും ഒരു പുതപ്പിന്റെ കീഴിൽ ഒരു കട്ടിൽ ചേർന്ന് കിടക്കുന്നു. പക്ഷെ കണ്ടാ കീരിയും പാമ്പിനെ പോലെ. സ്നേഹമില്ല, അടി. പടച്ചവനെ, ദേശീയൊക്കെ വരുമ്പോ വിളിക്കണത് കൊടുങ്ങല്ലൂർ ഭാഗത്തുള്ള ഭാഷയാ. എന്നാ വിളിക്കണമെന്നറിയില്ല. കബറി കിടക്കണ വാപ്പായെ പോലും വെറുതെ വിടത്തില്ല. അങ്ങനത്തെ പടച്ചവനെ കേസ് കൊടുക്കും. അടിച്ചു പിരിഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ പോയിട്ട് പറയും, എന്റെ ഭർത്താവിന്റെ എഴുന്നേക്കാൻ പറ്റാത്ത വാപ്പ വരെ എന്നെ പീഡിപ്പിച്ചെന്ന് പറയും. അള്ളാഹു കാക്കുമാറാകട്ടെ. അടിച്ചേക്ക് ആ മനുഷ്യൻ നേരെ നിൽക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, അദ്ദേഹം വരെ പീഡിപ്പിച്ചെന്ന് കേസ് കൊടുക്കുന്ന കാര്യം ഇതാ. എന്നാ ഉമ്മ ചോദിക്കും, ഒരു ഉമ്മയുടെ വയറ്റിൽ കിടന്ന കൂടപ്പറപ്പുകൾ ഇന്ത്യയും പാകിസ്ഥാനും പോലെ. ഉമ്മ തന്നെ ചോദിക്കുന്ന, എടാ നിങ്ങൾ കൂടപ്പുറപ്പായിട്ട് ഇങ്ങനെ തല്ലുന്ന എന്തിനാടാ? എടോ, നമുക്ക് പൈസ ഉണ്ട്, തിന്നാ വയറ് നിറയുന്നുണ്ടോ? മട്ടൻ മന്തി തിന്നിട്ടും നിറയുന്നില്ല. എടാ, കേറി കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? ഉറക്കമില്ല, സമാധാനമില്ല. എന്തേ അതിന്റെ കാരണം? അല്ല പറഞ്ഞു, ഞാൻ നിനക്ക് തരില്ലടാ സമാധാനം. അല്ല തരൂല. നിന്റെ ദുനിയാവ് അല്ലാഹു ഞെരുക്കമാക്കും, ഇടുക്കിക്കളയും. നിന്നെ സമാധാനത്തോടെ മരിക്കുന്ന കാലം വരെ ജീവിക്കാൻ അല്ലാഹു സമ്മതിക്കില്ല. കാരണം നീ അള്ളാന്റെ കലാമിനെ കളിയാക്കിയവനാ. റബ്ബ് നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നിർത്താറായ? 10 മണിയായി. നിർത്താറായ? പിന്നെ ഇതിനെ വാച്ച് പൊക്കി നോക്കണേ. ഞാൻ പറഞ്ഞില്ല, ഞാൻ 10:30 നിർത്തും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഞാൻ ഇരുന്നോട്ടെ. ഇരുന്ന് പറഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല, ചിലർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് തങ്ങൾ ഇരുന്നോട്ടെ. പോകേണ്ടവരൊക്കെ പൊക്കോളിയും കേട്ടോ. അത്യാവശ്യമുള്ളവരൊക്കെ പൊക്കോളിയും. ഇവിടെ നിന്നല്ലേ പോകാൻ പറ്റും. അസ്രായേൽ വരുമ്പോ എവിടെ പോവാനാ? വയലിന്റെ സദസ്സിൽ നിന്ന് ഓഫാക്കിയാലും മതി. ഈ സാധനം അങ്ങ് മാറ്റിക്കും. വയലിന്റെ സദസ്സിൽ നിന്നല്ലേ നമുക്ക് ഇറങ്ങി പോകാൻ പറ്റുക. അസ്രായേൽ വരുമ്പോ ഓടുവോ? ലൗലാ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഇത് മാറ്റടാ ചങ്ങാതി, ഈ പീഡ. കൈയാണെങ്കിൽ എനിക്ക് പൊക്കാൻ പറ്റുന്നുണ്ട്, ചെറിയൊരു വേദന. അല്ലാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. ഖുർആൻ പറയുന്നുണ്ടല്ലോ, കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസ്സാഖ് ഇലാ റബ്ബിക യൗമയിദിനിൽ മസാഖ്. അല്ലാഹു പറയാ, മലക്കുകൾ പറയും, രാജേ കൊണ്ടുപോകാൻ വന്നതാ, ഓടണമെങ്കിൽ ഓട്, ഓടടാ, ചാടണമെങ്കിൽ ചാട്, രക്ഷപ്പെടുത്താൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിയടാ. അപ്പൊ ഇവിടെ നിന്നല്ലേ പോകാൻ പറ്റൂ, പൊക്കോളിൻ. അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ആമീൻ പറയാൻ നല്ല മനസ്സോടെ ഇരുന്നാൽ മാത്രം മതി.
5 പേരെങ്കിലും 5 പേര് ഇഖ്ലാസോടുകൂടി അവസാനം വരെ ഇരിക്കുന്ന 5 പേര് മതി. ആ 5 പേരുടെ ആമീന നമുക്ക് പ്രയോജനം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. വയത് കേൾക്കണമെങ്കിൽ മൊബൈൽ എടുത്ത് നോക്കിയാൽ പോരെ. പക്ഷെ ദുആയാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രതീക്ഷ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അടിസ്ഥാനപരമായിട്ട് നമ്മുടെ വീടിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം. പൈസ ചെലവില്ലാതെ പരിഹരിച്ചാൽ മതി. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരു പൈസയുടെയും ചെലവില്ല ഉസ്താദ്, മന്ത്രമൊന്നും വേണ്ട, ഞാൻ പറയുന്ന കാര്യം ചെയ്താൽ മതി. നമ്മുടെ വീടിൻ്റെ അകത്ത് സമാധാനവും സന്തോഷവും ഇല്ലാത്തതിൻ്റെ കാരണം ഒരു കണ്ണുനീരാ. നമ്മുടെ വീടിനകത്തിരുന്ന ഒരാൾ കരയുന്നുണ്ട്, ആ കണ്ണുനീര് നിന്റെ വീട് നശിപ്പിച്ചു കളയും. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. ആരാ നമ്മുടെ വീട്ടിലിരുന്ന് കരയുന്നത്? 5 സ്ഥലങ്ങളിൽ 5 കാര്യങ്ങളിരുന്ന് കരയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 1, ഈ പുറക്കാട് പള്ളിയിൽ നിസ്കരിക്കാൻ ആളില്ലാതെ വന്നാൽ പള്ളി കരയും. നിങ്ങളുടെ നാട്ടിലെ മസ്ജിദിൽ നമസ്കരിക്കാൻ ആളില്ലാതെ വന്നാൽ പള്ളി കരയും. പള്ളി കരഞ്ഞ ഈ മഹല്ലുകാരറിയും. അല്ലാഹു കാക്കുമാറാകട്ടെ. കൊറോണയുടെ സമയത്ത് അറിഞ്ഞില്ലേ നമ്മളൊക്കെ അല്ലേ? കിറ്റും കാത്തിരുന്നില്ലേ? നിസ്കരിക്കാൻ ആളില്ല. പള്ളിക്കകത്ത് നിസ്കരിക്കാൻ ആള്. പാവപ്പെട്ട ഉസ്താദന്മാരുടെ കഞ്ഞിയിൽ വരെ പാറ്റയിട്ടതായിരുന്നു അന്ന്. ശമ്പളം പകുതി ഒക്കെ ഉസ്താദ വീട്ടി. അല്ലാഹു അഅലം. എടോ, നിസ്കരിക്കാൻ പള്ളിക്കകത്ത് ആളില്ലാതെ വന്നാൽ പള്ളി തേങ്ങും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. 2, പരിശുദ്ധമായ ഖുർആൻ നിന്റെ വീടിനകത്തിരിക്കുന്നുണ്ട്. ആ പരിശുദ്ധമായ ഖുർആൻ ആ വീട്ടുകാരി എടുത്ത് പാരായണം ചെയ്യുന്നില്ലെങ്കിൽ ഖുർആൻ കരയും. ഖുർആൻ കരഞ്ഞ നിന്റെ വീടിന്റെ സർവ്വതും തകർന്നു പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഓതാറുണ്ടോ ഖുർആൻ? ഇന്നത്തെ ദിവസം ഖുർആൻ കൈകൊണ്ട് തൊട്ടവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. ഇന്ന് കഹ്ഫ് ഓതേണ്ട ദിവസമായിരുന്നില്ല നിങ്ങളെ? സാധാരണ ദിവസമല്ലടോ, ഇന്ന് വെള്ളിയാഴ്ച കഹ്ഫ് ഓതേണ്ട ദിവസം. പാപ്പായി ഉമ്മാക്കൊക്കെ യാസീൻ ഓതേണ്ട ദിവസം. സുബ്ഹാനല്ലാഹ്. പത്രം എടുക്കാൻ മറന്നു. മൊബൈൽ, അയ്യോ, കുഞ്ഞിനെ താഴെ ഇട്ടാലും മൊബൈൽ താഴെ ഇടത്തില്ല. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നാലിച്ചുകട്ടെ, ഈ റോഡിലൂടെ പണ്ട് ആരും കയ്യിൽ മൊബൈൽ പിടിച്ചുകൊണ്ട് നടക്കില്ല. ഇന്ന് മൊബൈൽ എങ്ങനെ കുഞ്ഞുങ്ങളെ താങ്ങിക്കൊണ്ട് നടക്കണ പോലെ നടക്കണേ. കക്കൂസി പോകുമ്പോഴും കൂടെ കൊണ്ടുപോകും. ഞങ്ങളുടെ പള്ളിയിൽ ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഭയങ്കര വഴക്ക്. ഇനി ജീവിക്കത്തില്ല ഉസ്താദ്, വേണ്ട. അപ്പൊ ഭാര്യ പറയുകയാ, എന്റെ ഭർത്താവിന്റെ ഫോണായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. അപ്പൊ ചോദിച്ചു എന്തേന്ന്? കക്കൂസി പോകുമ്പോഴും അതും കൊണ്ടാ പോണ, അത്രയ്ക്ക് സ്നേഹമാണെന്ന്. ശരിക്കൊന്നും വേണ്ട. സൗത്ത് ഇന്ത്യൻ ബാങ്കിലോ അല്ലെങ്കിൽ SBI പോലും ലോക്കറിന് പോലും ഇല്ലാത്ത ലോക്കാ നിന്റെ മൊബൈലിൽ. ഇവിടത്തെ വലിയ വലിയ ബാങ്കുകളുടെ ലോക്കറിന് പോലും ഇല്ലാത്ത ലോക്ക. കേറണമെങ്കിൽ ഒരു ലോക്ക്, ഗാലറി കയറണമെങ്കിൽ അടുത്തത്, വാട്സപ്പിൽ കയറണമെങ്കിൽ അടുത്തത്. എന്റെ റബ്ബേ, സെൻട്രൽ ലോക്ക്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എടോ സഹോദര, വീടിനകത്തിരുന്ന് ഖുർആൻ കരയുകയാ. അള്ളാന്റെ ഖുർആനിന്റെ ശാപം കിട്ടിയ നീയൊക്കെ രക്ഷപ്പെടുവോ? സാധാരണ ഒരു മനുഷ്യന്റെ ശാപം കിട്ടിയാലേ രക്ഷപ്പെടത്തില്ല. പിന്നെ ഉസ്താദന്മാര്, പിന്നെ തങ്ങന്മാര്. സുബ്ഹാനല്ലാഹ്. ഖുർആനിന്റെ ശാപം കിട്ടിയ നിന്റെയൊക്കെ വീട് കത്തിയില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. അള്ളാഹു കാക്കുമാറാകട്ടെ. എടോ, ഖുർആൻ എടുത്തു വെച്ച് ഓതണം. അലമാരിക്കകത്ത് നിരത്തി വെച്ചിരിക്കുക. സൗദി ഉംറയ്ക്ക് പോയപ്പോ കൊണ്ടുവന്ന ഉസ്താദ്. എന്തിനാ കൊണ്ടുവന്ന? ശാപം വാങ്ങാനോ? എടോ, ഖുർആൻ ഉണ്ടെങ്കിൽ അത് നീ തുറന്നേ പറ്റൂ. അതെടുത്തു വെച്ച് നീ പാരായണം ചെയ്യും. ഉസ്താദെ ഖുർആൻ ഓതും, പക്ഷെ കൈകൊണ്ട് തൊടൂല. മൊബൈൽ മൊത്തം ഖുർആൻ ഇപ്പൊ മൊബൈലില്ല. എടാ ചങ്ങാതി, മൊബൈലിൽ ഖുർആൻ ഓതേണ്ട ചില സമയങ്ങളുണ്ട്. എടാ, ഖുർആൻ എടുത്തു വെച്ച് ഓതുന്ന പ്രതിഫലം മൊബൈലിൽ ഓതിയ കിട്ടുമോ? കാണാതെ ഓതിയ കിട്ടും. കണ്ടോതുന്നതിനാണോ പ്രതിഫലം കൂടുതൽ, കാണാതെ ഓതുന്നതിനാണോ? എന്നിട്ട് എന്തേ തിരിയാത്ത? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ബഹുമാനിക്കുന്നവൻ, നമുക്ക് ഖുർആനിനോട് ബഹുമാനം ഇല്ല. അള്ളാന്റെ ഖുർആനിനെ നമ്മൾ ബഹുമാനിക്കണം. അത് ബഹുമാനിക്കണം. നീ അതിനെ ഒളിവില്ലാതെ തുടരുത്. കിബിലയുടെ നേരെ ഇരുന്ന് വേണം ഓതാൻ. അത് ഓതുന്നതിന്റെ ഇടയിൽ നീ സംസാരിക്കരുത്. ഒളിവില്ല ആർക്കും. ഇപ്പൊ നമ്മൾ ചില വീടുകളിൽ പോകുമ്പോ പറയും, ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അടുക്ക വന്നിട്ട്, ഉസ്താദ് ഭയങ്കര പ്രശ്നമാണ് ഉസ്താദ്, എന്തെങ്കിലും ഒന്ന് പറഞ്ഞതാ. ഞാൻ പറഞ്ഞു, എനിക്ക് വഅദ് പറയാനേ അറിയത്തുള്ളൂ, മന്ത്രവാദം ഒന്നും ഇല്ല, എന്തെങ്കിലും പറഞ്ഞതാ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു?
ഇവരുടെ ശല്യം സഹിക്കാൻ പറ്റാതെ ഒരു സൂറത്ത് പറഞ്ഞു കൊടുത്തപ്പോൾ ഇവർക്ക് ഒരു ആയത്ത് പറഞ്ഞു കൊടുത്തപ്പോൾ തിരിയുന്നില്ല. ഞാൻ പറഞ്ഞു ഖുർആൻ എടുത്തു തരാൻ. അപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കണ അദ്ദേഹത്തിന് ഒതുവില്ല. ഭാര്യയോട് പറഞ്ഞു, ഭാര്യയ്ക്ക് ഒതുവില്ല. മോനെ ഇങ്ങെടുത്തോണ്ട് ഓടാന്ന് പറഞ്ഞു. നമ്മളെല്ലാവരും ചെയ്യുന്നു. കുട്ടികൾക്ക് ഒതുവില്ലാതെ ഖുർആൻ എടുക്കാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടുത്തൂടെ? നിങ്ങളെന്താ എടുത്തൂടെ? കുട്ടികൾക്ക് ഖുർആൻ എടുത്തൂടെ ഒതുവില്ലാതെ? എപ്പോ? എപ്പോ? ഇപ്പൊ എന്തിനാ എടുത്തേ? എടോ, കുട്ടികൾക്ക് പഠിക്കുന്നതിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഒന്നുമില്ലാതെ ഖുർആൻ എടുക്കാം. ഇപ്പൊ എടുത്ത് എന്തിനാ? ഉസ്താദിന്റെ കൈ തരാൻ. ഉമ്മായിക്ക് ഒന്നുമില്ല, വാപ്പായിക്ക് എടുറാ, നീ എടുത്ത കുഴപ്പമൊന്നുമില്ല. സൂക്ഷിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക, കാലം നീട്ടി ഇങ്ങനെ അലമ്പങ്ങനെ പെത്തി ചാരി ഗർഭിണി പെണ്ണുങ്ങൾ ഇരിക്കണ പോലെ ഇങ്ങനെ ഇരുന്ന് ഓതല. ഇബിലയുടെ നേരെ ഇരുന്നല്ലേ ഖുർആൻ ഓതണ്ട. ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫോൺ, ഹലോ ആയിഷ, പിന്നെ സുഖല്ലേടി? ഇൻഷാ അല്ലാഹ് ഞാൻ ഓതിക്കൊണ്ടിരിക്കുക. വീണ്ടും ഖുർആൻ. നീ എന്തോ ഓതണത്? ഇതിലും ഭേദം ഓതാതിരിക്കല. ചിലര് നിസ്കരിച്ചിട്ട് നരകത്തിൽ പോകുന്ന പറഞ്ഞ പോലെ ചിലത് ഓതിയിട്ട് നരകത്തിൽ പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ വീട്ടിലുണ്ടെങ്കിൽ, വീട്ടിൽ ഖുർആൻ ഇല്ലാത്ത വീട് പിന്നെ ശവപ്പറമ്പ. അള്ളാന്റെ കലാമ് ഏത് വീട്ടിലില്ലോ പിന്നെ അത് വീടെന്ന് പറയരുത്. അപ്പൊ എല്ലാവരുടെ വീട്ടിലും ഖുർആൻ ഉണ്ട്. ആ പരിശുദ്ധമായ ഖുർആൻ എല്ലാ ദിവസവും ഒരു വട്ടമെങ്കിലും ഒന്ന് തുറന്നിട്ടൊരു ഉമ്മയെങ്കിലും വെക്കണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു പറയുകയാ, നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല, ഇവിടിട്ട് അനുഭവിക്കും. എന്തേ ഉസ്താദെ? സമാധാനമില്ല, രോഗം, കടം, പ്രയാസം, ദുഃഖം. എന്നാ ഉസ്താദെ ഒന്ന് സന്തോഷത്തോടെ ഒന്ന് ഉറങ്ങാ? നിന്നെ അള്ള വിടുവോ? നിന്നെ അള്ള വെറുതെ വിടുവോ? ഇല്ലടാ ചങ്ങാതി. അള്ളാഹു പറയുകയാ, ഞെരുക്കോ അള്ളാഹു, നിന്നെ ഇടുക്കമാക്കും. നിന്നെ ഒന്നും വെറുതെ വിടത്തില്ല, സുഖിക്കാൻ പെടൂല അള്ളാഹു പറയുകയാണ്. ദുനിയാവ് മാത്രമല്ല, ദുനിയാവില് മാത്രമല്ല, നിന്റെ ആഖിറവും അള്ളാഹു നഷ്ടപ്പെടുത്തുകയാ. നിന്റെ ആഖിറവും അള്ളാഹു ഞെരുക്കമാക്കുകയാണ്. പുറക്കാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുന്നു, വമൻ അഅറള അൻ ദിക്രി ഫഇന ലഹു معيشة ضنكا ونحشره يوم القيامة أعمى. അല്ലാഹുവേ, ഖബറിനകത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ ചിലർ അല്ലാഹുവിനോട് ചോദിക്കുന്നു, എന്റെ കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നല്ലോ റബ്ബേ, എന്റെ ചെവി കേൾക്കുമായിരുന്നല്ലോ റബ്ബേ, എനിക്കൊരു കുഴപ്പവുമില്ലായിരുന്നല്ലോ റബ്ബേ. പക്ഷേ ഇന്ന് ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ എന്റെ കണ്ണ് കാണുന്നില്ല അല്ലാ, എന്റെ ചെവി കേൾക്കുന്നില്ല അല്ലാ. എന്തു പറ്റി പടച്ചവനെ? അല്ലാഹു പറയുകയാ, ഖാല റബ്ബി ലിമ ഹസർതനി അഅമാ വഖദ് കുന്തു ബസീറാ ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. ദുനിയാവിൽ ജീവിക്കുമ്പോ ഉസ്താദന്മാര് ഖുർആനിന്റെ ആയത്ത് ഓതി തന്നപ്പോ നീ പൊട്ടം കളിച്ചവനല്ലേടാ, നീ അഭിനയിച്ചവനല്ലേടാ, കണ്ണ് കാണാത്തവനെ പോലെ നടന്നവനല്ലേടാ. പാവങ്ങൾക്കും പള്ളികൾക്കും എത്തീങ്കാനകൾക്കും കോളേജുകൾക്കും നിന്റെ മുന്നിൽ വന്ന് കൈനീട്ടിയപ്പോ അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്ത് ഓതിയിട്ട് പറഞ്ഞപ്പോ നീ പൊട്ടം കളിച്ചില്ലേ, കാണാത്തവനെ പോലെ നടന്നില്ലേ, നീ കളിയാക്കിയില്ലേടാ. അതുകൊണ്ട് നിന്നെയും ഇന്ന് ഞാൻ അങ്ങനെ ആക്കിയിരിക്കുകയാ. നിന്റെ ദുനിയാവും പോയി, നിന്റെ ആഖിറവും പോയി. ഖസ്റത് ദുനിയാ വൽ ആഖിറ. അല്ലാഹു നിന്നെ ഒന്നും വെറുതെ വിടില്ല. ഈ ദുനിയാവും നഷ്ടപ്പെടുത്തി, ആഖിറവും നഷ്ടപ്പെടുത്തി, നരകത്തിന്റെ അടിത്തട്ടിലേക്ക് പോകുന്ന ഒരവസ്ഥ നിനക്ക് വരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.
അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഭയപ്പെടണം, നിസാരമല്ല. ഭയപ്പെടണം, നിസാരമല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കളിക്കാനുള്ളതല്ല. അത് വെറുതെ കളിക്കാനുള്ളതല്ല. അതിനെ നീ ആദരിക്ക്, അതിനെ നീ ബഹുമാനിക്ക്, അതിനെ നിന്റെ ഹൃദയത്തിലേക്ക് നീ ചേർത്ത് വെക്ക്. എങ്കിലാ ഖുർആൻ നിന്നെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവേ ഞങ്ങൾക്ക് ഈമാൻ നൽകണേ അല്ലാ. സംഘാടകർ ബക്കറ്റ് എടുത്ത് കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, ബക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. എന്തേ പ്രതിഫലം? എടോ, ബക്കറ്റിൽ പൈസ ഇട്ട സംഘാടകർക്ക് വലിയ സന്തോഷമില്ല. അവർക്കല്ല നേട്ടം. നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ഈ ബക്കറ്റിന്റെ അകത്തിടുന്നത് കൊണ്ട് നേട്ടം കമ്മറ്റിക്കാർക്കല്ലടോ, നിനക്കാണ് നേട്ടം. അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ബക്കറ്റൊക്കെ മുന്നോട്ട് കൊണ്ടുവരുമ്പോ പടച്ചോനെ നമുക്ക് വലിയ മടിയാ. എല്ലാവർക്കും അറിയാം സദഖ വിപത്തിനെ തട്ടിമാറ്റുമെന്ന്. പക്ഷേ തിരിഞ്ഞിട്ടില്ല ഇതുവരെ. വയത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോ ബൈക്കിന്റെ മുമ്പിൽ ഒരു പട്ടി കുറുക്ക് ചാടി ഇതാ കിടക്കുന്നു, എല്ലാം കഴിഞ്ഞു. വീട്ടിൽ ചെന്ന് ബാത്റൂമിനകത്ത് കയറിയപ്പോ കാല് തെറ്റി താഴെ വീണു. അതോ അടക്കണ തല പോയി അടിച്ചു. പൊക്കിയെടുത്ത് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യണം, ഇത്തിരി സീരിയസാ, ഐസിയുവിനകത്ത് കയറ്റണം, 24 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാം. നാളെ പുറക്കാട് പള്ളിയിലുണ്ട് സുബഹിക്ക്. ഇന്ന് വരെ പള്ളി വരാത്തവൻ നാളെ സുബഹിക്ക് പള്ളിയിൽ ഇമാമിന്റെ റൂമിന്റെ മുന്നിൽ, ഉസ്താദേ വാപ്പ ഐസിയുവിനകത്ത് കിടക്കുകയാ, വലിയ പ്രശ്നമാ, ദുആ ചെയ്യണം, കൈമടക്ക് പിടിച്ചോ. ഉസ്താദിന്റെ കയ്യിൽ ഒരു സദഖ കൊടുത്തിട്ട് പറയാ ദുആ ചെയ്യാൻ. ഇല്ലെങ്കിൽ ഓടി വരും മക്കാമി കൊണ്ടുവന്നിട്ട്, പടച്ചവനെ ഞാൻ തേങ്ങ വെച്ചേക്കാം, അല്ലാഹുവേ ഇവിടെ നട്ടേക്കാം പഞ്ചിപ്പെട്ടി പൈസ. അപ്പൊ നിനക്കറിയാം സദഖ കൊടുത്താൽ രക്ഷപ്പെടും. അറിയാഞ്ഞിട്ടല്ലല്ലോ നിനക്കൊന്നും. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം സദഖ കൊടുത്താൽ രക്ഷപ്പെടുമെന്ന്. എന്തിനാ കാക്ക ബൈക്കിന് പട്ടിയാടാൻ കാത്തിരിക്കുന്നത്? ബാത്റൂമിൽ വീഴാൻ കാത്തിരിക്കുന്ന എന്തിനാ? ഈ ബക്കറ്റിന്റെ അകത്തിട്ട വീഴാതെ രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു മുഴം മുമ്പേ അറിയടോ. നബിതങ്ങളല്ലേ പറഞ്ഞത്, സദഖ കൊടുക്ക്, വിപത്തുകളെ സദഖ തട്ടിമാറ്റും. സദഖ വിപത്തുകളെ തട്ടിമാറ്റും. അത് മാത്രമല്ലല്ലോ, നബിതങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അവർക്ക് രോഗം വന്നാൽ അവര് സദഖ കൊണ്ട് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കിഡ്നി രണ്ടും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അല്ലാഹു അഅലം, അറിയത്തില്ല. ചിലപ്പോൾ താഴെ വീഴുമ്പോഴായിരിക്കും അറിയണത് രണ്ടും പോയെന്ന്. കരള് പ്രവർത്തിക്കുന്നുണ്ടോ, ശരീരത്തിൽ എവിടെയെങ്കിലും മുഴയുണ്ടോ, ക്യാൻസർ ഉണ്ടോ, ട്യൂമർ ഉണ്ടോ, അറിയില്ല. അത് എപ്പോഴെങ്കിലും വന്നൊന്ന് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അറിയണത്. അതുകൊണ്ട് മക്കളെ രക്ഷപ്പെടണോ? ഈ ബക്കറ്റിന്റെ അകത്ത് മനസ്സറിഞ്ഞ് എന്തെങ്കിലും ഇവിടെ അള്ളാഹിനോട് പറ, പടച്ചവനെ മാരകമായ ഏതെങ്കിലും രോഗം ഉണ്ടെങ്കിൽ ഒരു പനിയാക്കി അങ്ങ് മാറ്റി രക്ഷപ്പെടുത്തണേ അല്ലാ. ഒരു നല്ല സദഖ. ആരാ എന്റെ പേരെന്തോ? നിസാമക്കായ്ക്ക് സ്വർഗത്തിൽ പോണോ? ഈ ബക്കറ്റ് കൊണ്ടുപോയി ഓരോ മനുഷ്യന്റെ മുന്നിൽ നിൽക്കണം. കാരണം നിങ്ങൾക്ക് വീട് കെട്ടാനല്ല, സമാധാനത്തിൽ പിരിച്ചാൽ മതി, നിങ്ങൾക്ക് സ്വർഗം കിട്ടും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. അപ്പൊ എല്ലാവരും പോക്കറ്റിൽ കൈയിട്ടോ, മസില് പിടിച്ചിരിക്കണ്ട. തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. നിസാറാക്കാൻ നിന്ന് മലക്കുകൾ നിസാറാക്കാൻ നിൽക്കും. നിങ്ങളുടെ തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. ഈ നിസാർ സാഹിബ് നിങ്ങളുടെ മുന്നിൽ വരുമ്പോ നിങ്ങൾ എന്തെങ്കിലും ഇട്ടാ മലക്ക് ദുആ ചെയ്യും, അല്ലാഹ് നീ കൊടുത്തതിലൊരു പങ്ക് ഇവൻ കൊടുത്തു, പടച്ചവനെ ഇവനെ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്, നീ രക്ഷപ്പെട്ടു. നിനക്ക് ബമ്പർ അടിച്ചു, നീ രക്ഷപ്പെട്ടു. നീ മസില് പിടിച്ചിരിക്ക, മലക്ക് പറയും, പടച്ചവനെ പോക്കറ്റിൽ പൈസ ഉണ്ട്, ഇവൻ കൊടുക്കണില്ല അല്ലാഹ്, ഇവൻ പിടിച്ചു വെച്ചതുപോലെ നീ അങ്ങ് പിടിച്ചു വെക്കണേന്ന്. നീ എത്തീങ്കാനലായിരിക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് അദ്ദേഹം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുക. അല്ലാഹു നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على
മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 അല്ലാഹു നിന്റെ ദുനിയാവും നിന്റെ ആഖിറവും അല്ലാഹു ഞെരുക്കമാക്കും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് 10:15 10:30 നിർത്താമെന്ന് പറഞ്ഞു. ഇപ്പം ചവിട്ടിയാൽ 10:30 തീരും. ഇപ്പം ചവിട്ടിയാലേ ട്രാൻസ്പോർട്ട് അല്ല, ഇവിടുന്ന് ചവിട്ടിയാലേ 10:30 നിർത്താൻ പറ്റൂ. വാക്കു പറഞ്ഞാൽ പാലിക്കണം. വാക്കു പാലിക്കാത്തത് മുനാഫിക്കിൻ്റെ അടയാളമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ആദം നബി അല്ലാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് വാക്ക് ലംഘിച്ചതിൻ്റെ പേരിലാണ്. അപ്പം ഞാൻ 10:30 നിർത്താമെന്ന് പറഞ്ഞാൽ 10:30 നിർത്തണം. 10:31 ആകണമെങ്കിൽ നിങ്ങളുടെ അനുവാദം വേണം. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇരിക്കുവാണെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞു തരാം, ഇല്ലെങ്കിൽ ദുആ ചെയ്യാം. എന്ത് വേണം? ഇരിക്കാം. പറയണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈപൊക്കിക്കേ. ഇവിടെ പിരിവുണ്ട്. ഓ, രക്ഷപ്പെട്ടങ്ങളൊക്കെ. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾ ഒരു പാല വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെന്നല്ലേ? ശരി, ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ രാത്രി മുതൽ നിങ്ങൾ എല്ലാവരും അള്ളാഹുവിൻ്റെ ഖുർആൻ കൈകൊണ്ടെടുക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇന്ന് വരെയുള്ളതൊക്കെ പോട്ടെ, അള്ളാഹു പുറത്തേരുമാറാകട്ടെ. പക്ഷെ ഇന്നു മുതൽ മരിക്കുന്ന കാലം വരെ, ഓർമ്മയുള്ള കാലത്തോളം അള്ളാഹുവിൻ്റെ ഖുർആൻ കൈകൊണ്ടെടുക്കണം. എല്ലാ ദിവസവും ഒരു സൂറത്തെങ്കിലും ഒരു സൂറത്ത്. 114 അധ്യായങ്ങളുണ്ട് ഖുർആനിൽ. ഏറ്റവും വലിയ സൂറത്തുൽ ബഖറ 280-70 കണ്ടുണ്ട് ആയത്ത്. സൂറത്തുൽ കൗസർ 3 ആയത്ത്. ഏത് സൂറത്ത് ഓതണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം, പക്ഷെ ഖുർആൻ നോക്കി ഓതണം. ഇന്നു മുതൽ ഖുർആൻ നിങ്ങൾ കൈകൊണ്ട്, ഇനിയിപ്പോൾ സൂറത്ത് ഓതാൻ മടിയാണെങ്കിൽ ഒരു എളുപ്പ വഴി പറഞ്ഞു തരാം. ഞാനൊരായത്ത് പറഞ്ഞു തരാം. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് പറഞ്ഞു തരാം. ഈ ആയത്ത് ഓതിയ കിട്ടുന്ന പ്രതിഫലം നിനക്ക് സ്വർഗമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒരായത്ത് ഓതിയ സ്വർഗത്തിൽ പോകാം. അള്ളാഹു ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഓതുവോ? ഇത്ര ശബ്ദമുള്ളില്ലേ? അള്ളാഹുവേ, ഈ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് ആരാണോ ഉറക്ക ഇൻഷാ അല്ലാ പറയുന്നത്, അവർക്കും മരിക്കുമ്പോൾ ഈ ഇൻഷാ അല്ലാ പറയുന്ന ശബ്ദത്തിൽ ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്.